നമസ്കാരം. വയനാട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ JS സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ട്, അതായത് കൊല്ലപ്പെട്ടിട്ട് കൊല്ലമൊന്നായില്ല. അന്നത് വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. SFI നേതാക്കളും പ്രവർത്തകരുമൊക്കെയായ വിദ്യാർത്ഥികളാണ് അന്ന് 3 ദിവസങ്ങളോളം കുടിവെള്ളം പോലും നൽകാതെ നഗ്നനാക്കി JS സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതും പിന്നീട് അദ്ദേഹത്തെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും. അന്നിത് വലിയ കോളിളക്കമുണ്ടാക്കി. അന്നും SFIയും പാർട്ടിയും സർക്കാരുമൊക്കെ ഈ പറയുന്ന പ്രതികൾക്കൊപ്പം തന്നെയായിരുന്നു. കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ ജാമ്യത്തിലിറങ്ങി. ഇവർക്ക് പരീക്ഷ എഴുതുന്നതിന് വിലക്കുണ്ടായില്ല. സിദ്ധാർത്ഥൻ്റെ കുടുംബം എതിർത്തിട്ടും അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം നൽകി. അവരുടെ പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചു. പിന്നീട് അവരെ മറ്റൊരു സർവകലാശാലയിൽ പഠിക്കാനുള്ള സൗകര്യം നൽകി. ഇതൊക്കെ കോടതി നൽകിയതാണ്. എന്തായാലും നഷ്ടപ്പെട്ടത് JS സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് മാത്രമാണ്. അന്നൊക്കെ നമ്മൾ കരുതി ഇതുകൊണ്ടെങ്കിലും ഈ റാഗിങ്ങിന്, അതായത് ഈ SFI ക്രൂര വേട്ടമൃഗങ്ങളുടെ ഈ ഒരു ക്രൂരതയ്ക്ക് ഒരു അന്ത്യമുണ്ടാകുമെന്നൊക്കെ നമ്മൾ കരുതിയെങ്കിലും അത് തീർത്തും തെറ്റായി പോയെന്ന് കോട്ടയത്തെ ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ സംഭവം തെളിയിച്ചിരിക്കുകയാണ്. 1ാം വർഷ വിദ്യാർത്ഥികളെ 3ാം വർഷ വിദ്യാർത്ഥികൾ കേട്ടിട്ടില്ലാത്ത വിധം, മുമ്പ് ഒരിടത്തും കേട്ടിട്ടില്ലാത്ത വിധം അതിക്രൂരമായാണ് റാഗിങ് നടത്തിയത്. അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ കെട്ടിത്തൂക്കുക, മൊട്ടുസൂചി കൊണ്ട് കുത്തുക, വായിൽ തേക്കുന്ന ക്രീം ഒഴിക്കുക, ലോഷൻ ഒഴിക്കുക, ഇങ്ങനെ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് ഈ മൃഗങ്ങൾ. ഇവരെ വിദ്യാർത്ഥികളെന്നോ സഹപാഠികളോ ഒന്നും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഈ മൃഗങ്ങൾ സഹപാഠികളോട് കാണിച്ചത്, ആ കുട്ടികളോട് കാണിച്ചത്. ഇവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു തുടർച്ചയാണ്. ഇതിനെയും തുടർന്നുകൊണ്ടേയിരിക്കും. സിദ്ധാർത്ഥൻ്റെ മരണം നടന്നപ്പോൾ നമ്മൾ കരുതിയത് എന്തു വന്നാലും ഇനി ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകില്ല എന്നാണ്. അന്നൊക്കെ പല സാംസ്കാരിക നായകരും, എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന സാംസ്കാരിക നായകരോ അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളോ ഒന്നും ഇത്തരത്തിൽ വലിയ രൂക്ഷമായ രീതിയിലൊന്നും പ്രതികരിച്ചു കണ്ടില്ല. പ്രതികരിച്ചു കണ്ടതൊക്കെ മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത ചില മനുഷ്യർ മാത്രമാണ്, സമൂഹ മാധ്യമങ്ങളിലും മറ്റും. പക്ഷേ ഇപ്പോൾ കൊല്ലമൊന്നായില്ല. അതിനു മുമ്പ് വീണ്ടും സമാനമായിട്ടുള്ള ഒരു സംഭവം കൂടി നമ്മുടെ കോട്ടയത്ത് നടന്നിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഇതിൽ ഒരു മരണം എന്തായാലും നടന്നിട്ടില്ല. എങ്കിൽ പോലും സമാനതകളില്ലാത്ത ക്രൂരതകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇവിടുത്തെ ഭരണകൂടവും നിയമ സംവിധാനവും. JS സിദ്ധാർത്ഥൻ എന്നൊരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി അടിച്ചും ഇടിച്ചും നഗ്നനാക്കി കുടിവെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ചു കൊന്ന മനുഷ്യൻ്റെ രൂപമുള്ള മനുഷ്യമൃഗങ്ങൾക്ക് കോടതി എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി. കാരണം അവർക്ക് മനുഷ്യാവകാശമുണ്ട് പോലും. അങ്ങനെ ആ മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി. കുറച്ച് ദിവസം അവർ റിമാൻഡിൽ കഴിഞ്ഞു. അതിനുശേഷം അവർ പുറത്തിറങ്ങി മറ്റൊരു സർവകലാശാലയിൽ പഠിക്കുകയാണ്. പല സർവകലാശാലകളിലും അവർ പഠിക്കുകയാണ്, പല കോളേജുകളിലും പഠിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി നമ്മുടെ ഭരണകൂടവും നിയമ സംവിധാനവും തന്നെയാണ്. ഇപ്പോൾ ഈ വേട്ടമൃഗങ്ങൾ, അവർക്ക് ഈ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചു കൊന്ന കൊലയാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ, അതായത് ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധം വിചാരണ കഴിയുന്നതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയും അടിയന്തരമായി വിചാരണ നടത്തി അവർക്കുള്ള ശിക്ഷ വിധിച്ച് ആ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ സംഭവം ആവർത്തിക്കുമായിരുന്നില്ല. പക്ഷേ അവരെ വെറുതെ വിടുകയും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും, അതായത് പരീക്ഷ എഴുതാനും തുടർന്ന് പഠിക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ നിയമ സംവിധാനം ഒരുക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ഇവർ കരുതിയത് എന്തായാലും ഞങ്ങൾക്കും ഇത്രേ ഉള്ളൂ. കാരണം ഇവരുടെ മനസ്സിലുള്ള ഒരു മൃഗതുല്യമായ ഒരു കുറ്റകൃത്യ വാസന, ഒരു മൃഗീയ വാസന, അത് പുറത്തു ചാടിയതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് എന്ന് തീർച്ചയായും അത്ഭുതപ്പെട്ടു പോവുകയാണ്. പിന്നെ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ കോട്ടയം ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് സംഭവവും. അതായത് ഈ അതിക്രൂര റാഗിംഗ് സംഭവത്തിൽ CPM അനുകൂല സംഘടനയായ കേരള ഗവൺമെൻറ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ അഥവാ KGSNA സംസ്ഥാന സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാറപ്പറ്റ KP രാഹുൽ രാജ്, അസോസിയേഷൻ അംഗങ്ങളായ മൂന്നിലവ് വാളകംകരയിൽ കീരിപ്ലാക്കൽ സാമുവൽ ജോൺസൺ, വയനാട് നടവയലിൽ പുൽപ്പള്ളി ഞാവലത്ത് N ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടിയിൽ C റിജിൽജിത്ത്, കോരത്തോട് മടുക്ക നെടുങ്ങാട്ട് NV വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അവരുടെ സംഘടനാ നേതാക്കൾ പറയുന്നത്. ഒരു കാര്യം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ CPM, DYFI, SFI മൃഗങ്ങൾക്ക് മാത്രം ഇത്രയധികം ക്രൂരത മറ്റുള്ളവരോടും സഹജീവികളോടും കാണിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇവിടെ എത്രയോ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും മാതൃ സംഘടനകളും ഒക്കെയുണ്ട്. പക്ഷേ അവരാരും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളോ ക്രൂരകൃത്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവന്മാരുടെ തലച്ചോറിനുള്ളിൽ എന്താണ്? ഇവന്മാരുടെ ഈ പാർട്ടി ക്ലാസ്സുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് ഇവന്മാരുടെ ഈ മസ്തിഷ്കത്തിനകത്തേക്ക് ഈ നേതാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കുത്തിവെക്കുന്നത്?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ വിദ്യാർത്ഥി സംഘടനയിലോ ഇത്തരത്തിലുള്ള ക്രൂരതകൾ അരങ്ങേറുന്നുണ്ടോ? അങ്ങനെ അരങ്ങേറുന്നത് DYFIയിലും SFIയിലും ഒക്കെ മാത്രമാണ്. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വിവരമനുസരിച്ച് 2016 അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലറായിരുന്ന TP ശ്രീനിവാസനെ കരണം തടിച്ച് നിലത്ത് തള്ളിയിട്ട SFI കഴിവേറിക്ക് അവൻ DYFIയുടെ ഇവിടെ മലയൻകീഴ് ചുമതലയുള്ള ഒരു ആളാണത്രേ, സഖാവാണ്. കാരണം അങ്ങനെ ഒരു ഉന്നതനായ ഒരു നയതന്ത്രജ്ഞനെ, ഒരു രാജ്യതന്ത്രജ്ഞനെ അടിച്ച് നിലത്തിട്ടപ്പോൾ ഒരു വിവരവും വെള്ളിയാഴ്ചയും മാനവും മര്യാദയും ഇല്ലാത്ത ഒരു കമ്മിക്ക് പകരം കൊടുത്തിരിക്കുന്നത് പാർട്ടിയുടെ യുവജന സംഘടനയുടെ പദവിയും പിന്നെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ ജോലിയും. ഇവനൊക്കെ എന്തിനാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇവനെയൊക്കെ ഈ സമൂഹം വളർത്തുന്നത്, സഹിക്കുന്നത്? എന്തിനാണ് ഇവനെയൊക്കെ ഭയപ്പെടുന്നത്? TP ശ്രീനിവാസൻ ഇപ്പോഴും അടികൊണ്ട് ഈ ഒരു ഇവൻ്റെ ഈ ഒരു ഇപ്പോൾ അവൻ DYFI നേതാവാണ്, അന്നവൻ SFI. കാരണം SFI മൂത്താണല്ലോ DYFI ആകുന്നത്, അതും മൂത്താണല്ലോ CPM ആകുന്നത്. അപ്പോൾ അവനെപ്പോഴും ഒരു പ്രശ്നവുമില്ല. TP ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഈ പദം ഉച്ചരിക്കാൻ എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിൽ പോലും അന്ന് TP ശ്രീനിവാസൻ പറഞ്ഞ അതേ ആവശ്യം ഇന്ന് ഈ സാമൂഹ്യ ദ്രോഹികൾ അംഗീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏത് പ്രത്യയശാസ്ത്രമാണ് ഇവന്മാരെ നയിക്കുന്നത്? മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരം ഇവന്മാരുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടോ? മനുഷ്യത്വം, ഇവർക്ക് മനുഷ്യത്വമൊന്നുമില്ല. TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി കൊല്ലാനും അരിയൽ ഷുക്കൂറിനെ അതിക്രൂരമായി ജനകീയ വിചാരണ ചെയ്ത് പരസ്യമായി അതിക്രൂരമായി കൊല്ലാനുമൊക്കെ ഈ പറയുന്ന CPM തമ്മാടികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ CPM എന്ന സംഘടനയുടെ അത്തരം നിലപാടുകളാണ് ഇതുപോലെയുള്ള വേട്ടമൃഗങ്ങളെ പിന്നെയും പിന്നെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഈ കാര്യത്തിലും, അതായത് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ഈ ഒരു റാഗിങ്ങിലും യാതൊരു സംഭവം വലുതായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ മുൻകാലങ്ങളിൽ ഇവിടെ എന്താണോ നടന്നത് അത് മാത്രമേ നടക്കാനുള്ളൂ. ഇപ്പോൾ സംഘടനയിൽ നിന്ന് ഈ വേട്ടമൃഗങ്ങളെ പുറത്താക്കിയെന്ന് പറയുന്നു. കാരണം എന്ത് തന്തയില്ലായ്മത്തരം കാണിച്ചാലും ആ കാണിക്കുന്നതിന് കുറച്ചു മുമ്പ് ഇവന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഈ പറയുന്ന CPMൻ്റെയും DYFIയുടെയും SFIയുടെയും ഒക്കെ ഒരു രീതിയാണല്ലോ. അത് തന്നെയാണ് ഇവിടെയും അവർ അനുവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റാഗിംഗ് കേസിലെ പ്രതികളും നിഷ്പ്രയാസം ഊരിപ്പോരും. അവർക്ക് ഒരു റിമാൻഡ്, അതിനപ്പുറം അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരാഴ്ചയോ 2 ആഴ്ചയോ റിമാൻഡ്. ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ അവരെ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് യുവാക്കളാണ്, ഭാവിയുള്ളവരാണ്. അവരുടെ പഠനം, അവരുടെ ഭാവിയിൽ ആശങ്കപ്പെട്ട് നമ്മുടെ കോടതി അവർക്ക് നിരുപാധികം അവരെ ഉപാധികളോടെ പുറത്തുവിടും. അവർ വീണ്ടും ഇത് തന്നെ കാണിക്കും. ഒരിക്കലും ഒരു മൃഗീയ വാസനയുള്ള ഒരാൾക്കല്ലാതെ, ജന്മനാ മൃഗീയ വാസനയുള്ള ഒരാൾക്കല്ലാതെ ഇത്തരം ക്രൂര പ്രവൃത്തികൾ മറ്റൊരു മനുഷ്യനോട് കാണിക്കാൻ കഴിയില്ല. ഇനി ചിന്തിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. അത് മാത്രമല്ല, ഈ കുട്ടികളെ പഠിക്കാൻ അയക്കുന്ന അച്ഛനമ്മമാരാണ്. ഇവരെയൊക്കെ ജന്മിച്ചതാണോ, ജന്മം കൊടുത്തതാണോ? സാധാരണ ഒരു മനുഷ്യന് ജന്മം കൊടുക്കുന്നത് പോലെ ജന്മം കൊടുത്തതാണോ, അതോ ഇനി ജന്മം കൊടുത്തതിന് ശേഷം യൗവന്മാർ ഈ സംഘടനയിൽ ചേർന്നതിന് ശേഷം ഈ കാട്ടാളൻ്റെ സ്വഭാവമുള്ളതായിപ്പോയതാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷവും ഇവിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സമാനമായ സംഭവം ഉണ്ടായി. കഴിഞ്ഞ മാസമാണ് അവിടെ ഭിന്നശേഷിക്കാരനും SFIക്കാരനുമായ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി അതേ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. അവരെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല. കന്റോൺമെന്റ് പോലീസ് പറയുന്നത് അവർ ഒളിവിലാണെന്നാണ്. അതിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ഇതിലെ 1ാം പ്രതി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ സുഹൃത്തിനെ വീണ്ടും ഈ പ്രതികൾ, അതായത് പോലീസ് അന്വേഷിച്ച് നടക്കുന്ന പ്രതികൾ ഉൾപ്പെടെയുള്ളവർ തല്ലിച്ചാച്ചു എന്നുള്ളതാണ്. ഇതൊന്നും കോടതികൾ കാണുന്നില്ലേ? എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ CPM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ ഒരു നാടിന് ആപത്താണ്. ആ പ്രസ്ഥാനം ഒരു നാടിൽ നിന്ന് നശിച്ചു പോയാൽ മാത്രമേ ആ നാടിന് അല്പമെങ്കിലും ഗതിയുണ്ടാകൂ. ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴും CPM ശക്തമായി നിലനിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അണയാൻ പോകുന്ന ഒരു ദീപമാണ്. ഏത് സമയവും അതിങ്ങനെ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. അത് കെടാനുള്ള ഒരു ആളിക്കത്തലാണ്. പക്ഷേ സ്വന്തം മക്കളെ പഠിക്കാനായി സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ അയക്കുമ്പോൾ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഇത്തരക്കാരെ തങ്ങളുടെ മക്കൾ ഇത്തരം ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടെ അന്വേഷിക്കേണ്ടതും അങ്ങനെ ഉപദ്രവിക്കുന്നവരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കേരളത്തിലെ മാതാപിതാക്കളാണ്. അല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഈ വേട്ടപ്പട്ടികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം,
അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.